അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്ന റജുലൻ അത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഇഫ്തുലിതത് നഫ്സുഹാ വലം തൂസി വഅظنها ലൗ തകല്ലമത് തസദ്ദഖത് അഫലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ ഖാല നഅം മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദു ലിമുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിമും ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിവേദനം അനുസരിച്ച് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. വസിയത്തിന്റെ അധ്യായത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ആയിഷ അള്ളാഹ് പറയുന്നത് അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നത് ഒരു സഹാബിയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി ഇഫ്തുലിതത് നഫ്സുഹാ വലം തൂസി, എന്റെ ഉമ്മ വളരെ പെട്ടെന്ന് മരിച്ചുപോയി. വലം തൂസി, അവർക്കൊരു വസിയത്ത് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. തകല്ലമത്ത് തസദ്ദഖത്ത്, ഞാൻ വിചാരിക്കുന്നത് അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യാൻ അവർ പറയുമായിരുന്നു. അഫലഹ അജ്റുൻ ഇൻ തസദ്ദഖത അൻഹാ, അങ്ങനെയുള്ള അവർക്ക് വേണ്ടി ഞാൻ ധർമ്മം ചെയ്താൽ അത് അവർക്ക് കൂലി കിട്ടുമോ, അവർക്ക് ഉപകാരപ്പെടുമോ? ഖാല, അപ്പൊ റസൂല് പറഞ്ഞു നഅം, അതെ എന്ന് പറഞ്ഞു. ഇതൊരു സഹാബിയാണ്. അദ്ദേഹം റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിച്ചൊരു സംശയമാണ്. ആ സംഭവം ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാം. ചോദ്യം, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഉമ്മ വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മരിച്ചു. അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ അവർ ധർമ്മം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി അങ്ങനെ ചെയ്താൽ അവർക്ക് അതിന്റെ കൂലി കിട്ടുമോ എന്നാണ്. അപ്പൊ റസൂല് പറഞ്ഞു നഅം, അതേ, അതിന്റെ കൂലി കിട്ടും എന്നാണ് പറഞ്ഞത്. ഈ വിഷയത്തില് പണ്ഡിതന്മാർ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആയത്തും ഹദീസുകളൊക്കെ വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്താൽ കൂലി കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് അതിന്റെ മർമ്മം. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്ന ഒരു സംഗതി, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവനവൻ അധ്വാനിച്ചതിന്റെ പ്രതിഫലമല്ലാതെ അല്ലെങ്കിൽ പുണ്യമല്ലാതെ ലഭിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നതാണ്. അതിന്റെ ബാക്കി വല്ലാ തസ്റു വാസ്റത്തുൻ വിസ്റു ഉഖ്റാ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കൂല, അവനവൻ ചെയ്തത് മാത്രമേ ഒരാൾക്ക് കൂലിയായിട്ട് കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഈ തത്വം വെച്ചിട്ട് ഒരു പക്ഷം പണ്ഡിതന്മാർ, ഇമാം ഷാഫി മദ്ഹബിൽ ഷാഫിയും മാലിക്കും ഒക്കെ പറയുന്നത് ഒന്നും കിട്ടില്ല അവനവൻ ചെയ്തതല്ലാതെ എന്നാണ്. മറ്റു ചില പണ്ഡിതന്മാർ ചിലതൊക്കെ കിട്ടും എന്ന് പറയുന്നു. അവർ അതിന് ചില ഹദീസുകളൊക്കെ വ്യാഖ്യാനിച്ചാ പറയുന്നത്. ഇതിന്റെ വിഷയം എന്താന്ന് വെച്ചാൽ, ഈ ഹദീസിൽ പറയുന്നത് ഉമ്മാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു കൊടുക്കണമെന്ന്. എൻ്റെ ഉമ്മ അങ്ങനെയാണ്, അത് കൊടുക്കാൻ താല്പര്യമുള്ള ആളാണ്, വസിയത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, അത് കൊണ്ടു നടക്കുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചെയ്താൽ കിട്ടുമെന്നാണ്, കൂലി കിട്ടുമെന്നാണ്. അപ്പൊ റസൂല് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഈ ഹദീസിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഉമ്മാന്റെ ആ മനോഭാവം വെച്ചിട്ടാണ് മകൻ ചോദിക്കുന്നത്. അപ്പോഴാണ് റസൂൽ അതെ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ശരിക്കും അതിന്റെ അടിസ്ഥാനവും. അതല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ അതിലൊന്നും താല്പര്യമില്ലാത്ത വേണ്ടി നമ്മൾ ചെയ്ത് അതിന് കൂലി കൊടുക്കുന്ന ഒരു സംഗതി ശരിയാവില്ല. അതിന് കാരണം, നമ്മളുടെ കർമ്മങ്ങളുടെ കൂലി നമ്മളുടെ കൈവശം അല്ല ഉള്ളത്. നമ്മളുടെ കർമ്മങ്ങളുടെ കൂലി അള്ളാഹു തന്നിട്ട് വേണം നമ്മൾക്ക്. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു സാധനം
നമ്മൾക്ക് ദാനം ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ഈ വിശ്വാസത്തിന്റെ പെശക് കൊണ്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. മരിച്ചിടത്ത് വട്ടത്തിലിരുന്ന് ഖുർആൻ ഓതും, അങ്ങനെ ഓതും. മുമ്പൊക്കെ അതിന് മുസ്ലിയാറ്റുകൾ വന്ന് ഓതുക ചെയ്യുന്നത്. ഇപ്പം മൊബൈലിലുണ്ടാവും, മൊബൈൽ തുറന്നു വെച്ചിട്ട് അങ്ങനെ ഓതും. മരിച്ചെടുത്ത് വന്ന ഒരു തലക്കന്ന് അങ്ങനെ ഓതിയെടുക്കും. ഉസ്താദ് വരും, യാസീൻ എന്നറിയും, പിന്നെ അങ്ങനെ ഓതുക കഴിയോളും. പിന്നെ ഓരോ കൊലുവല്ലാവും കൊല്ലാസൊക്കെ ഓതും, ദുആ ചെയ്ത് ഇങ്ങനെ പിരിയും. ഇതൊക്കെ ഇതിലൊന്നും റസൂലിന്റെ കാലത്തുള്ള ഒരു സമ്പ്രദായമല്ല. അള്ളാഹുവിന്റെ റസൂൽ മരിച്ചൊരാളടുത്ത് പോയി ഓതുകയോ ഓതാൻ നിർദ്ദേശിക്കുകയോ സഹാബികൾ ആരെങ്കിലും ചെയ്ത് സമ്മതം കൊടുക്കുകയോ ചെയ്ത ഒരു സംഭവമില്ല. ഇതൊന്നുമില്ല. പിന്നെ ഇതെന്താണ്? ഇത് കൂലി കിട്ടിക്കോട്ടെ. എന്നിട്ട് ആ ഉസ്താദ് നടത്തുന്ന ദുആയില് ഇതിന്റെ സവാബ് ഞാൻ അവർക്ക് ഹദിയ ചെയ്യുന്നു, സംഭാവന ചെയ്യുന്നു എന്ന് പറയും. അത് അതിലേറെ വിഡ്ഢിത്താണ്. കാരണം ഒരാളുടെ കൂലി ഒരാൾക്ക് വേറെ കൊടുക്കാൻ പറ്റൂല, അവനവൻ ചെയ്തതേ ഉണ്ടാവുള്ളൂ. ഇമാം ഷാഫി റഹ്മഹുല്ല, ഷാഫി മദ്ഹബാണ് നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ. ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്ത. അദ്ദേഹം ഒരു മനുഷ്യന് അവനവൻ ചെയ്തതിന്റെ പുണ്യമല്ലാതെ ലഭിക്കില്ല എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ഷാഫിയു വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദായി സവാബിഹാ ഇലൽ മൗത ലഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ മിൻ കസ്ബിഹിം. അതാണ് ആ വാചകം. അദ്ദേഹം പറയുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ അനുയായികളും മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ദാനം ചെയ്താൽ അവർക്ക് ലഭിക്കില്ല എന്ന് പറയുന്നത്. ഇമാം ഷാഫിന്റെയും അദ്ദേഹത്തിന്റെ മദ്ഹബിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ദാനം ചെയ്താൽ കിട്ടില്ല എന്നാണ്. ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം അതാ. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ മിൻ കസ്ബിഹിം. അതിന് കാരണം പറയുന്നത് ആ ഓത്ത് ആ മരിച്ച ആളുകളുടെ അമലല്ല, അവരുടെ പ്രവർത്തനമല്ല, അവരുടെ സമ്പാദ്യമല്ല. ഇതിൽ അദ്ദേഹം ഇബ്നു കസീർ ഇമാം ഷാഫിന്റെ അഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഇത്തരം കാര്യങ്ങളില് ഖിയാസുകൾ ഇങ്ങനെ അതിനനുസരിച്ച് ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി ചെയ്യാൻ പറ്റൂല. കാരണം ഇബാദാത്തുകളും ഖുർബാത്തുകളും പുണ്യകർമ്മങ്ങളും ഒക്കെ നസ്സായിട്ട് ഖുർആനിലും ഹദീസിലും വരണം, അതല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ അടിസ്ഥാനം എന്ന് ഇമാം ഷാഫി പറഞ്ഞായിട്ട് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മളിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ സംഭവത്തിലും ഇതുപോലെ വേറെ ചില സംഭവത്തിലൊക്കെ പ്രത്യേക കേസുകളാണ്. എന്റെ ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊടുത്താൽ കൂലി കിട്ടുമോ ചോദിച്ചാൽ ഓക്കെ കിട്ടും, ഉമ്മാന്റെ മകനാണല്ലോ. അപ്പൊ അവിടെ ഉമ്മാന്റെ മകനായതുകൊണ്ടുള്ള വകുപ്പ് എന്താണ്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ലഭിക്കുക അല്ലെങ്കിൽ പുണ്യം ചെയ്യുക എന്ന അടിസ്ഥാന തത്വം അതിലുള്ളത് കൊണ്ടാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ള അടിസ്ഥാന തത്വം, ആ അടിസ്ഥാന തത്വം അനുസരിച്ച് കിട്ടും. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ കിട്ടുന്ന റസൂല് പറഞ്ഞിട്ടുണ്ട്. സദഖത്തുൻ ജാരിയത്തിനോ ഇൽമി യുന്തഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദഉ ലഹു. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അത് രണ്ട് ഭാഗമാണ്. ഒന്ന്, മക്കൾ അങ്ങനെ വളർത്തിയതിന്റെ കൂലി അദ്ദേഹത്തിന് കിട്ടും. രണ്ടാമത്, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം പരിഗണിക്കും. ഇതേപോലെ വേറൊരു സംഭവം ഉള്ളത്, ഒരു സ്ത്രീ വന്നിട്ട് നബിനോട് ചോദിച്ചതാണ് ഹജ്ജിന്റെ കേസിൽ. അത് നബി അനുവാദം കൊടുത്തിട്ടുണ്ട്. അതും ഇതേമാതിരിയാണ്, വാഹനത്തിൽ ഇരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പോന്നതാണ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ ഒരു നോമ്പിന്റെ ഒരു കേസിൽ റസൂൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്റെ ഉമ്മ അങ്ങനെ നോമ്പ് വെൽക്കാൻ നേർച്ചയാക്കിയിരുന്നു നബിയെ, അതവർക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടില്ല, അതിന് പകരം ഞാൻ നോറ്റാൽ മതി ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു അള്ളാഹുവിന്റെ കടമാണ് ഏറ്റവും വലിയ കടം, ആ കടം വീട്ടണം എന്നാണ്. അപ്പൊ ഇതൊക്കെയുള്ള സ്വഭാവം എന്താ വെച്ചാൽ പൊതുവെ ചെയ്യുകയല്ല. ഒന്ന് നേർച്ചയാക്കിയ നോമ്പാണ്, മറ്റൊന്ന് ഹജ്ജ് എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ്. പിന്നെ ഈ പറഞ്ഞ കേസിൽ ഈ വസിയത്ത് ചെയ്യാൻ അവസരം കിട്ടാതെ മരിച്ചു പോയതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം ക്ലോസുകൾ വെച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ പൊതുവെ ബാപ്പാക്കും മാക്കും വേണ്ടി ഞാൻ നിസ്കരിച്ചാൽ മതി ചോദിച്ചാൽ നബി ആന്ന് പറയില്ല.
ഓൽക്ക് കൂടി ഞാൻ നോമ്പ് വെച്ചാൽ മതിയെന്ന് ആന്ന് പറയില്ല. അതിന് കാരണം എന്താ? അതൊന്നും അവരുടെ പ്രവർത്തനമല്ല, അവനവൻ ചെയ്തതിന് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. റസൂലുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിന്റെ മകളാ. നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. പരലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ ചെയ്യേണ്ട ഒരാളാണ്. അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഫാത്തിമ അള്ളഹാനോട് പറഞ്ഞു, റസൂല പറഞ്ഞു, യാ ഫാത്തിമത്ത ബിൻത മുഹമ്മദ് സലീനി മിൻ മാലി മാ ശിഅതി വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ അൻഖിദി നഫ്സകി മിനന്നാർ. മോളെ ഫാത്തിമ, മുഹമ്മദിന്റെ മോൾ ഫാത്തിമ, നിനക്ക് ഉപ്പാന്റെ ബാപ്പാന്റെ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളൂ, തരാം. അത് ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു പണിയാ. വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും വാങ്ങിത്തരാൻ ബാപ്പാക്ക് കഴിയില്ല. അത് തന്നെയാണ് ഇതിന്റെ അസില്. അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തോളന്ന. ഇതിന്റെ ഒരു വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാം മനുഷ്യന്റെ മേൽ അവന്റെ സ്വന്തം ഉത്തരവാദിത്വം അവന്റെ മേൽ തന്നെ ചുമത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ നരകത്തിൽ പോകുന്നതും സ്വർഗത്തിൽ പോകുന്നതും ഒക്കെ എന്റെ ഉത്തരവാദിത്വത്തിലാണ്. അതിന് വേറെ ആരും പറയണ്ട. സ്വർഗത്ത് പോകുന്നത് മറ്റോ ചെയ്തു തന്നിട്ടാന്ന് പറയണ്ട, നമ്മൾ ചെയ്തതിന് തന്നെയാണ്. നരകത്ത് പോകുന്ന ഓ എന്നോട് അങ്ങനെ ആക്കിയോണ്ടാന്ന് പറയണ്ട, നമ്മൾ ചെയ്ത. അപ്പം സ്വന്തം ഉത്തരവാദിത്വത്തിൽ കർമ്മങ്ങൾ ചെയ്യണം. ആ ഉത്തരവാദിത്വ ബോധമാണ് ഇസ്ലാം വളർത്തുന്നത്. ഇബാദത്തുകളൊക്കെ സ്വന്തം കാര്യത്തിലാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ മറ്റോ ചെയ്തിട്ട് കിട്ടുന്ന വിചാരിച്ച് നിൽക്കാൻ പറ്റൂല. അൻലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അവനവൻ ചെയ്തതല്ലാതെ ഒന്നും ഒരാൾക്ക് ലഭിക്കില്ല. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ഈ സംഭവങ്ങൾ, അതല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഇവിടുത്തെ വസിയത്ത് എന്ന് പറഞ്ഞത് മരണസമയത്താണ്. മരണസമയത്ത് വസിയത്ത് ചെയ്യാതാണ്. ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വസിയത്ത് എന്ന് പറഞ്ഞ തന്നെ മരണാസന്നയായ ഒരാള് തന്റെ മരണശേഷം നടപ്പാക്കേണ്ട ഒരു കാര്യത്തിന് തീരുമാനം പറയുക എന്നാണ്. അപ്പൊ ഇതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനം. ഇത് വെച്ച് നമ്മുടെ നാട്ടിലുള്ള ഈ അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഒരു ന്യായവും ഇല്ല. ഇനി വേറൊരു ഹദീസ് ഇതിലുള്ളത്, നബി ഉമാമൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നല്ലാഹ ഖദ അഅത കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖഹു ഫലാ വസിയത ലിവാരിസിൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അബൂ ഉമാമത്തുൽ ബാഹിലി പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ അഅത കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖഹു, അള്ളാഹു ഓരോരുത്തർക്കും, ഇത് അവസാനത്തെ റസൂലിന്റെ പ്രസംഗമാണ്, ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് വന്നാണ്. എല്ലാ ആളുകൾക്കും അവരവർക്ക് അർഹതപ്പെട്ട വിഹിതങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഫലാ വസിയത്ത് ലിവാരിസിൻ, അതിനാൽ അനന്തരം എടുക്കുന്ന ഒരാൾക്ക് പിന്നെ വേറെ വസിയത്തില്ല എന്നതൊരു പൊതു തത്വമായിട്ട് പറയണത് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഇതിൽ വന്ന വിഷയങ്ങള്. പിന്നെ ഇന്നല്ലാഹ തസദ്ദഖ അലൈക്കും ബിസുലുസി അംവാലിക്കും ഇൻദ വഫാത്തിക്കും സിയാത്തും ഫി ഹസനാത്തിക്കും. മറ്റൊരു ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മരണാസന്നായി കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വത്തിന്റെ 1/3 വരെ ധർമ്മം ചെയ്യാൻ അവസരം നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു സന്ദർഭം നൽകിയതാണ്. 1/3 വരെ നിങ്ങൾക്ക് വസിയത്ത് നൽകാം.